കുട്ടി ബേബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണെന്ന് പറയാനാണ്. അപ്പം ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഷെയർ, കമൻറ്റ്, ലൈക്ക് എന്നിവ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള വീഡിയോയുമായി ഇനി നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയൂ. പോകാം വീഡിയോയിലേക്ക്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമാണ്. അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടി ഞാൻ തട്ടെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു തട്ടിൽ ഞാൻ എണ്ണ പുരട്ടിയാണ് വെച്ചിരിക്കുന്നത്, മറ്റേ തട്ടിൽ എണ്ണ പുരട്ടി അതിൽ തേങ്ങയും വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ വെക്കുമ്പോൾ തേങ്ങ ഇല്ലാതാണ് ഇടിയപ്പം ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് രണ്ട് രീതിയിലാണ്, തേങ്ങ വെച്ചും തേങ്ങ ഇല്ലാതെയും. ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ വെള്ളച്ചമ്മന്തിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളച്ചമ്മന്തിക്ക് തേങ്ങയും തൊണ്ടമുളക്, ഉള്ളി, ജീരകം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഈ ചമ്മന്തി അരയ്ക്കുന്നതിന് ജീരകം ആഡ് ചെയ്യും. പക്ഷേ എൻ്റെ വീട്ടിൽ പൊതുവേ ഞങ്ങൾ ജീരകം ആഡ് ചെയ്യാറില്ല. അജ്മിയുടെ റൈസ് പൗഡറാണ്, ഇടിയപ്പപ്പൊടി ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. നല്ലതുപോലെ വെട്ടി തിളയ്ക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ശകലം വെളിച്ചെണ്ണയും ആഡ് ചെയ്യാം. വെള്ളം ഇവിടെ നല്ലതുപോലെ വെട്ടി തിളച്ചു. ഇനി നമുക്ക് ഇഡലിക്കൂട്ടം വെക്കാം. നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് അജ്മി റൈസ് പൗഡർ തട്ടിയിട്ട് കൊടുക്കുകയാണ്. അതിപ്പം ഇളക്കി കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല. ഞാനൊന്ന് ഇളക്കട്ടെ. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് മാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലിടാൻ പ്രത്യേകം മറക്കരുതേ. ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം. ഇടിയപ്പം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടഫാണ് കേട്ടോ. അത് ഇങ്ങനെ അടയ്ക്കുന്ന വഴിക്ക് ശരിയാവില്ല. അപ്പം എയർ കയറി ഇരിക്കും. അപ്പം കറക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇത്തിരി പെട്ടെന്നായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. തേങ്ങ വെച്ച തട്ടിലേക്ക് നമുക്ക് പിഴിഞ്ഞു. നമ്മൾ തേങ്ങ വെച്ച തട്ടിൽ ഇടിയപ്പത്തിന് മാവ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സാധാ രീതിയിലുള്ള ഇതായിട്ട് തേങ്ങ വെക്കാത്ത ഇടിയപ്പം ഉണ്ടാകും. രണ്ട് തട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പിലേക്ക് വെക്കാം. വെള്ളം ഇവിടെ നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വെച്ച തട്ടും അതിന് ശേഷം തേങ്ങയില്ലാത്ത തട്ടും വെച്ച് കൊടുത്തിട്ട് അടപ്പിന് അടക്കി വെക്കാം, മൂടി വെക്കാം. നല്ലതുപോലെ ആവിയിലൊന്ന് വേവട്ടെ. തേങ്ങ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം ചമ്മന്തിക്കായിട്ട്. ചമ്മന്തി അരയ്ക്കാനായിട്ട് നമ്മൾ അരച്ചിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പാനടക്കം വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി, ഇരുമ്പേട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഹസ്ബൻഡ് വീട്ടിലാണെങ്കിൽ ചീനിച്ചട്ടി എന്നാണ് ഇതിന് പറയുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമുക്ക് കടുക് കൊടുക്കാം. എണ്ണ ചൂടായി കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളം ആവരുത്. ഇത് കഴുകി ശകലം വെള്ളം ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ.
നമ്മുടെ ചമ്മന്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.